Okay guys, welcome to my new video. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പ്രോക്സി സെർവർ ആണ്. ആക്ടിവേഷൻ ഉള്ള പ്രോക്സി സെർവർ ആണ്. ഇത് റിയൽ ആയിട്ടുള്ള പ്രോക്സി സെർവർ ആണ്. ഇവിടെ ഞാനൊരു ലിങ്ക് നിങ്ങൾക്ക് തരുന്നതാണ്. ലിങ്ക് എനിക്ക് ഞാൻ നിങ്ങൾക്ക് ഡിസ്കോഡിൽ കൊടുക്കുന്നതാണ്. വേണ്ട ഇതിലാണ് ഉണ്ടാവുക. ഈ ഒരു ഇത് ഹൈഡ് ചെയ്തിട്ടുണ്ടാവും മേലുള്ളത്. ഡൗൺലോഡ് കൊടുക്കാം. ഡൗൺലോഡ് എനിവേ കൊടുക്കാം. ഡൗൺലോഡ് കൊടുക്കാം. ഈ ഒരു ഫയൽ ഡൗൺലോഡ് ആക്കിയിട്ടുണ്ട്. അവിടെ ഞാൻ സ്റ്റേജിങ് ആപ്പ് ചെയ്ത് ഇൻസ്റ്റാൾ കൊടുക്കുക. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്താണ്. ഞാൻ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. ഡിസ്കോഡിൽ മസ്റ്റായിട്ട് ജോയിൻ ചെയ്തവർക്ക് മാത്രമേ ഈ ലിങ്ക് കിട്ടുള്ളൂ. നമുക്ക് ഇങ്ങനെ കയറ്റിയാൽ ഒരു S2T ബീറ്റ ഫ്രീ ഫയർ മാക്സ് ആണ് നമുക്ക് കിട്ടുക. നിങ്ങളുടെ ഫോണിൽ ഓൾറെഡി ഫ്രീ ഫയർ മാക്സ് ഒക്കെ ഉണ്ട്. ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. ഇതൊന്ന് നമുക്ക് ഡൗൺലോഡ് ആവുന്ന സെയിം ടൈം കൊടുക്കാം. നിങ്ങൾ എന്താക്കുക, ഒരിക്കലും ഗൂഗിൾ അല്ല ഫേസ്ബുക്ക് ഒന്നും കൊടുക്കരുത്. നിങ്ങൾ ഓൾറെഡി ഗസ്റ്റ് അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്യുക. ഓക്കെ, ഗസ്റ്റ് അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്യുക. എന്നിട്ട് പേര് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കുക. ചേഞ്ച് ആക്കണേ പിന്നെ പണിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, പേര് നമുക്ക് ആദ്യം വേണ്ടത് തന്നെ ഒന്ന് ഉറപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഗസ്റ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേറൊക്കെ വരും. കണ്ടോ, അതിൽ അക്കൗണ്ട് ID നിങ്ങൾ എന്താക്കുക, ഒന്ന് എഴുതിയെടുക്കുക കേട്ടോ. എൻ്റെ ID എന്ന് പറഞ്ഞാൽ 14578222 സെപ്റ്റംബർ അന്ന് ഇത് എഴുതിയെടുക്കട്ടെ. അത് 578222 ഇത് വെരിഫൈഡ് അല്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മളോട് വേണ്ടോ അൺലോക്ക് ഇഫ് ബീറ്റയിൽ പോയാൽ ഫ്രീ ആയിട്ട് അൺലോക്ക് ചെയ്യാമെന്ന് ഫ്രീ ഫയർ കൂടെ പറയുന്നുണ്ട്. അതെടുക്കാം. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഞാൻ PC ചെയ്യുന്ന ഫോണിൽ ഫോളോ ചെയ്താൽ മതി. അൺലോക്ക് ഇഫ് ബീറ്റ എടുക്കാം. അതിൽ വെരിഫൈ ഉണ്ട്. ടീം10ൻ്റെ ആഡാണിത്. നിങ്ങൾ ബാക്ക് അടിച്ചെടുക്കാം. ആഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിലേക്ക് കയറുമ്പോൾ ആഡ് ആറിലൊക്കെ വരുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ആഡ് വരികയാണ്. നിങ്ങളൊന്നും കൂടി അത് ക്ലോസ് ചെയ്തിട്ട് ക്രോം തന്നെ ക്ലോസ് ചെയ്തിട്ട് ഒന്നും കൂടി എടുക്കാം. എന്നിട്ട് വീണ്ടും നമ്മളത് അടിക്കാം. എന്നിട്ടടിക്കുക. വെരിഫൈ വിത്തൗട്ട് ഡിസ്കോഡ് കൊടുക്കുക. വളരെ ആഡ് വരുന്നുണ്ട്. ഓക്കെ സാർ, നമുക്ക് അവസാനമായിട്ട് ആഡ് വരാണ്ട് എത്തിയിട്ടുണ്ട്. വെരിഫൈ വിത്തൗട്ട് ഡിസ്കോഡ് കൊടുക്കുക. വീണ്ടും ഇതിൽ പോവാം. വെരിഫൈ വിത്തൗട്ട് ഡിസ്കോഡ് കൊടുക്കുക. വീണ്ടും ഇതിൽ പോവാം. നിങ്ങൾ ഇവിടെ ഇനി അങ്ങനെ അടിച്ചടിച്ച് ഇങ്ങനെ ഇവിടെ ഞെക്കിക്കൊണ്ട് നിൽക്കുക. അങ്ങനെ അവസാനം നമ്മുടെ ID എടുക്കുക വരും. അപ്പം എൻ്റെ ID ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. എൻ്റെ ID ആണെന്ന് കൺഫേം ചെയ്യട്ടോ. കേസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് വെരിഫൈ വിത്തൗട്ട് ഡിസ്കോഡ് കൊടുക്കണം. പിന്നെ എടുക്കുന്നു. വെരിഫൈ വിത്തൗട്ട് ഡിസ്കോഡ് കൊടുക്കുന്നു. പിന്നെ എടുക്കുന്നത്. അപ്പോൾ നമുക്കങ്ങനെ വരും. ഈ ആഡ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ടാബ് നോക്കണ്ട. നമ്മുടെ ഇപ്പോൾ ഉള്ള ഒരു ടാബ് നോക്കിയാൽ മതി. നെക്സ്റ്റ് എടുക്കുന്നു. വീണ്ടും വെബ്സൈറ്റ് എടുക്കുന്നു. നെക്സ്റ്റ് എടുക്കുന്നു. വീണ്ടും വെബ്സൈറ്റ് എടുക്കുന്നു. അപ്പോൾ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. ഇനി വീണ്ടും നെക്സ്റ്റ് എടുക്കുന്നു. അടുത്ത സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. നിങ്ങൾക്ക് പലതരമായിരിക്കും. ചിലപ്പോൾ എനിക്കിപ്പോൾ ആഡ് വന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ആഡ് വരും. പിന്നെ ഞെക്കുന്നു. പിന്നെ എടുക്കുന്നു. പിന്നെ ഞെക്കുന്നു. പിന്നെ എടുക്കുന്നു. പിന്നെ ഞെക്കുന്നു. പിന്നെ എടുക്കുന്നു. നമ്മുടെ ഒരു സ്റ്റെപ്പ് കൂടി കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് എടുക്കുന്നു. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അക്കൗണ്ട് ആരെല്ലാം ഓപ്പൺ ആയിട്ടാണ്. നമുക്ക് ഇനി ഫ്രീ ഫയർ എടുത്ത് വെക്കാം. അപ്പോൾ അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോക്സി സെർവറാണ്. ഞാനിതിൽ ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്താണ്. നമുക്ക് ഇതിൽ അപ്കമിങ് കാറിലൊക്കെ ഇതിൽ വരുന്നുണ്ട്. പണ്ട് ഇതിൽ ഇവന്റ് സ്പിൻ ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഇതിൽ ഇവന്റ് സ്പിൻ ചെയ്യാൻ പറ്റും ഗൈസ്. അതൊക്കെയാണ് അപ്ഡേറ്റ് വന്നിട്ടുള്ള പ്രോക്സി സെർവറിന്.
എനിക്കിന്ന് ചെറിയ ലാഗ് ഉണ്ടാവും ഗൈസ്, അതിൻ്റെ ആക്കണ്ട. എനിക്കിന്ന് ചെറിയ ലാഗ് ഉണ്ടാവും, നിങ്ങളെ മൈൻഡ് ആക്കണ്ടേ. ഒറ്റ മിനിറ്റ്. എനിക്ക് ചെറിയൊരു ലാഗ് ഉണ്ടാവും ഗൈസ്, നിങ്ങൾ മൈൻഡ് ആക്കണ്ട. ഞാനിതൊന്നും അല്ലല്ലോ ഇട്ടത്, ഇതെന്താ മാറിപ്പോയതാണ്. ഞാൻ ഫസ്റ്റിലെ ബോഡി ഇട്ടത്. ഇതാണ് ഞാൻ ഇട്ടിട്ടുള്ള ഡ്രസ്സ്. നമുക്ക് ഈ അക്കൗണ്ടിലേക്ക് എല്ലാം വരുന്നതാണ്. എന്താ പുതിയ പ്രൊഫൈലാണ്. സെറ്റിംഗ്സിൽ വരികയാണ് ഇതുണ്ട് പ്രൈമേറ്റ് സിമ്പിൾ, എല്ലാ സിമ്പിളും WS പ്ലെയർ, കണ്ടന്റ് ക്രിയേറ്റർ 4 തരം വേ ബാറ്ററി, പിന്നെ ഒഫീഷ്യൽ ടീം എന്ന് പറഞ്ഞ ഒരു ടാഗ് എല്ലാം വരുന്നുണ്ട്. ഞാനേ ഒരു കണ്ടന്റ് ക്രിയേറ്ററാണ് എടുക്കുന്നത്. ഇവിടെ കണ്ടോ, ഇനി ഇതിൽ പേര് മാറ്റാൻ നമുക്ക് നടക്കില്ല കേട്ടോ. അപ്പോൾ ഇവിടെ പേരൊന്ന് മാറ്റാനുണ്ടോ, ഇല്ലണ്ടോ. ഡാഷ് അൺലോക്ക് ഡീറ്റെയിൽ പോകാനാണ് പറയുന്നത്. എന്നാലും നമുക്ക് പേര് മാറ്റാൻ പറ്റും. അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത്, പേര് നമ്മൾ ആദ്യം കൊടുക്കണം. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ എല്ലാ ഡ്രസ്സും അവൈലബിൾ ആണ്. ഇമോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്കമിങ് ആയിട്ട് വരുന്ന ഒരു ഇമോട്ട് ഉണ്ട് ഇതിൽ കണ്ട. എല്ലാ ഡ്രസ്സും നമുക്ക് ഇതിൽ വരുന്നുണ്ട്. മെയിൽ ബോക്സ് എടുക്കുകയാണ് 6 ഇമോട്ട് വരുന്നുണ്ട്. നമ്മുടെ ബണ്ടിൽ സൈസ് അപ്കമിങ് ആയിട്ടുള്ള ഇതൊന്നും ഞാൻ കാണിച്ചോടെ ബോറടിപ്പിക്കുന്നില്ല, കാരണം ഇത് പ്രോക്സി സെർവർ ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളൊരു വീഡിയോ മാത്രമാണ്. ഇമോട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ എല്ലാ സ്കിന്നും വരാൻ പോണതുണ്ട്, വന്നതുണ്ട്. അവതാർ ബാൻഡർ കളക്ഷൻ വരുന്നുണ്ട്. അതൊക്കെയാണുള്ളത്. നമുക്ക് മെയിൻ ബോക്സിൽ ചില ഇമോട്ട് അല്ലെ ബണ്ടിൽസ് ഒന്നും ഇതിലുണ്ടാവില്ല കേട്ടോ. ഫാഷനിലുണ്ട് കുറെ ബണ്ടിൽസ് ഉണ്ട്, ഇതൊന്നും ഇതിലില്ലാത്തതാണ്. ഫസ്റ്റിലായിട്ട് നോർമൽ ഇതിലില്ല, ഇതില്ല, ഇതൊന്നുമില്ല. കണ്ടോ, ഗോൾഡൻ സെക്കൻഡ് ലൈറ്റ് ഇതിലില്ല. ഫസ്റ്റ് ഗോൾഡൻ ലൈറ്റും ഇതിലില്ലായിരുന്നു, ഞാൻ വാങ്ങിയാണ് കണ്ടോ. നമുക്ക് ഇവിടുന്ന് സ്റ്റോറിന് ചില സാധനമൊക്കെ വാങ്ങേണ്ടി വരും. ഞാനിതിൽ എനിക്ക് ട്രോൺ ഇമോട്ട് വല്ലാണ്ട് ഇഷ്ടമാണ്. ഞാൻ നോക്കിയപ്പോൾ അതിൽ കാണുന്നില്ല, പിന്നെ ഞാൻ മനസ്സിലായത് ഇവിടെ സ്റ്റോറിലുണ്ടെന്ന്. അപ്പോൾ ചില ഇമോട്ടൊക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങണം. ചില സാധനമൊക്കെ ഉണ്ടോ, ചില ആധാർ ബാൻഡൊക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങേണ്ടി വരും ഉണ്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ചില ആധാർ ബാൻഡൊക്കെ ഇവിടുന്ന് വാങ്ങണം. അപ്പോൾ പ്രോക്സി സെർവറിൻ്റെ വീഡിയോസ് ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അപ്പം എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ഗൈസ്. നമുക്കിത് കണ്ടോ ഇവിടെ ഇമോട്ട് ഇതുവരെ വന്നത് കണ്ടോ. നമ്മൾ ഇനി വെപ്പണിലേക്ക് വരികയാളേ, ഇവിടെ ഫൈനൽ ഷോട്ടില്ലേ. ഫൈനൽ ഷോട്ട് എവിടെ വരുന്നത്? ഫൈനൽ ഷോട്ട് ഉണ്ട്, വരാൻ പോണ ഫൈനൽ ഷോട്ട് ഉണ്ട് ഇതില്. ഓക്കെ, ഞാൻ പറഞ്ഞ് ഓർപ്പിക്കുന്നില്ലേ. അപ്പൊ നിങ്ങൾക്ക് ഇതില് വേണ്ടത് എക്സ്പ്ലോർ ചെയ്യാം. ഇതില് എല്ലാം വരുന്നുണ്ട്. ചിലതൊക്കെ മിസ്സിങ് ആണ്, അതെന്താ എനിക്കറിയില്ല. ഗൺ സ്കിന്നും ഇതിലിപ്പോ സ്കിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇതെന്തോ ബഗ്ഗാണ്, ഇത് സ്കിൻ ചെയ്യാൻ പറ്റാത്ത. ബാക്കിയുള്ളെല്ലാം പറ്റും കണ്ടോ. ഇനി ഇതൊക്കെ സ്പിൻ ചെയ്യാം. ഇത് രണ്ടും എനിക്ക് രണ്ടും കൊണ്ടാണ്. ഇത് റോസാണ് സ്പിൻ ചെയ്യുക. എല്ലാത്തിനും അൺലിമിറ്റഡ് ഡയമണ്ട്സ് ആണ് വരുന്നത്. എല്ലാ മേസും തന്നെ സ്പിൻ ചെയ്യാൻ പറഞ്ഞ ലാഗ് അടിപ്പിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു 5 മിനിറ്റ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ, 5 മിനിറ്റ് അല്ലേ, ശകലം കൂടുതലായില്ലേ. പക്ഷേ റെക്കോർഡ് ചെയ്യുന്ന വേറെ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടാണ് സാധനമാകുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ബൈ.